തേക്കടിയിലേക്ക് വരുന്നവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഓപ്ഷനാണ് സ്ട്രീം വ്യൂ വില്ല. മനോഹരമായ തേയിലത്തോട്ടത്തിന് നടുക്കാണ് ഈ ഒരു പ്രോപ്പർട്ടി. കൂടാതെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു സ്ട്രീമും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. മാത്രമല്ല ചാർലി മൂവി ലൊക്കേഷനിലേക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ പോയാൽ മതി. നമുക്കിവിടേക്ക് വരാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കോട്ടയം കുമളി റൂട്ടിൽ തേക്കടി എത്തുന്നതിന് മുമ്പ് പീരുമേട് എന്ന സ്ഥലത്ത് നിന്നാണ് നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു വരേണ്ടത്. കറക്റ്റായി പറഞ്ഞാൽ ചാർലി മൂവി ലൊക്കേഷനിലേക്കുള്ള റൂട്ട്. കൂടാതെ നമുക്ക് തിരിയേണ്ട സ്ഥലത്തെല്ലാം അവർ സ്ട്രീം വ്യൂ എന്ന ബോർഡ് വെച്ചിട്ടുണ്ട്. മെയിൻ റൂട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ഇതുപോലുള്ള വഴിക്ക് വരുമ്പോഴാണ് നമ്മുടെ സ്ട്രീം വ്യൂ റിസോർട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം കാണുന്ന ഗേറ്റിൽ നമ്മുടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസാണ്. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് മെയിൻ ഗേറ്റ്. ഒരുപാട് ഒറ്റപ്പെട്ട സ്ഥലമല്ലെങ്കിലും ഇതിൻ്റെ ലൊക്കേഷൻ അടിപൊളിയാണ്. ഒരുപാട് കിളികളുള്ള ഒരു ഫോറസ്റ്റിൻ്റെ വൈബിൽ നമുക്കിവിടെ സ്റ്റേ ചെയ്യാം. ഇതിൻ്റെ ചുറ്റിനും തേയിലത്തോട്ടം എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇവിടുത്തെ ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ തന്നെ ആർക്കായാലും വന്ന് സ്റ്റേ ചെയ്യാൻ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ കൺസ്ട്രക്ഷൻ. ഇതാണ് പാർക്കിംഗ് ഏരിയ. നിങ്ങൾ ഗ്രൂപ്പായിട്ടാണ് വരുന്നതെങ്കിൽ ഒരു ട്രാവലർ സുഖമായി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെയുണ്ട്. ഇതൊരു വില്ല ആയതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പായിട്ട് വരുന്നവർക്കോ അല്ലെങ്കിൽ 2 ഫാമിലിയായി വരുന്നവർക്കാണ് ഏറ്റവും അനുയോജ്യം. നമ്മൾ കയറി വരുന്നത് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് ഇതിന് താഴെ ഒരു അണ്ടർഗ്രൗണ്ട് പോലെയാണ്. കയറി വരുന്നത് തന്നെ വലിയൊരു ഹാളിലേക്കാണ്. ഒരു ഗ്ലാസ് ഹൗസ് പോലെ തന്നെയാണ്. ഫുൾ ഓപ്പൺ വ്യൂ ആണ് ഇവിടെ. ഇതിനകത്താണ് ഫസ്റ്റ് ബെഡ്റൂം. ഞങ്ങൾക്ക് ഈ സ്റ്റേ ബുക്ക് ചെയ്യാൻ വന്ന കോസ്റ്റ് 6 പേർക്ക് 9500 രൂപയാണ്. അതും ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെയാണ്. ഇവിടെ വന്നപ്പോൾ ഈ ഒരു റേറ്റ് ഒട്ടും കൂടുതലായി തോന്നിയില്ല. കാരണം അത്രയ്ക്കും ഒരു ലക്ഷറി ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി എക്സ്ട്രാ വരുന്ന ഓരോരുത്തർക്കും ഇവിടെ ഈടാക്കുന്ന റേറ്റ് 750 രൂപയാണ്. അതും ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ തന്നെയാണ്. ഇത് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ബാൽക്കണിയാണ്. ഇവിടെ നമുക്കൊരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് ആസ്വദിച്ചിരിക്കാം. രാത്രിയിലും വന്നിരിക്കാൻ പറ്റിയൊരു സ്പേസാണിത്. മലബാർ വിസ്ലിംഗ് ത്രഷാണ് കേട്ടോ അത്. ഇവരുടെ പാട്ടാണ് എപ്പോഴും നമുക്കിവിടെ കേൾക്കാൻ പറ്റുന്നത്. ഇനി ഇവിടെ ഏറ്റവും ടോപ്പിലേക്ക് പോയാൽ ഒരു ക്യാരം ബോർഡ് അവിടെ കാണാം. അതുപോലെ തന്നെ ഒരു പഞ്ചിങ് സ്റ്റാൻഡും കുട്ടികൾക്ക് വേണ്ടി ഇവിടെയുണ്ട്. അടുത്തതായി വരുന്നത് കിഡ്സിന് വേണ്ടിയുള്ള ഒരു പ്ലേ സ്റ്റേഷനാണ്.
ഫാമിലിയായി യാത്ര പോകുമ്പോൾ അവരുടെ സന്തോഷമല്ല ഏറ്റവും വലുത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യം വരുന്നില്ല. കുട്ടികൾക്ക് സന്തോഷിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാവുന്ന ഏരിയയാണ് അടുത്തത്. ഞാൻ ഈ സ്റ്റേ ബുക്ക് ചെയ്തത് ഈ ഒരു ഏരിയ കണ്ടിട്ടായിരുന്നു. ഭയങ്കര രസമാണ് ഇവിടെ വന്നിരിക്കാൻ. ഈ അരുവി ഇവിടെയുള്ളത് കൊണ്ട് തന്നെ ഒരു ബോട്ട് ജെട്ടി മാതൃകയിലാണ് ഇതിവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ശരിക്കും ഒരു ഫോറസ്റ്റ് ആംബിയൻസോട് കൂടി നമുക്ക് ഇവിടെ വന്നിരിക്കാം. എന്ന് കരുതി ഫോറസ്റ്റ് ഏരിയ ഒന്നല്ല കേട്ടോ, ഫാമിലിയായി വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. എല്ലാവരും കൂടി സംസാരിച്ചിരിക്കാൻ ഭയങ്കര രസമായിരിക്കും ഇവിടെ. ധൈര്യമായി കുട്ടികളെ കൊണ്ടുവന്ന് കുളിക്കാൻ പറ്റിയൊരു സ്പോട്ട് കൂടിയാണിത്. ഇവിടെ വന്നാൽ വേറെ എവിടേക്കും കറങ്ങാൻ പോകേണ്ട ആവശ്യം വരില്ല നമുക്ക്. ഇവിടെ തന്നെ മൊത്തം ആസ്വദിക്കാൻ സമയം കിട്ടാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് ഗ്രൂപ്പായിട്ടോ ഫാമിലി ആയിട്ടോ ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റുന്നത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ലാസ്റ്റ് കോർണറിലായിട്ട് വരുന്നൊരു സംഭവമാണ് ഈ കാണുന്ന നാച്ചുറൽ ഹട്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത് ഇവിടെ വന്നിരിക്കുമ്പോഴാണ്. ഈ കിളികളുടെ ശബ്ദവും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒച്ചയും കേട്ട് ഇവിടെ വന്നിരുന്നാൽ നമ്മുടെ മൈൻഡിന് ഒരു പോസിറ്റീവ് എനർജിയാണ്. ഈ നാച്ചുറൽ സ്ട്രീം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതുപോലെ ഒഴുകുന്ന വെള്ളത്തിൽ കുളിക്കുന്ന ഒരു ഫീലൊന്നും നമുക്കൊരു പൂളിലും കിട്ടിയെന്ന് വരില്ല. അടുത്തതായി ഇവിടുന്ന് നമ്മൾ കയറി ചെല്ലുന്നത് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ്. നമ്മൾ മുകളിൽ കണ്ട സെയിം രീതിയിൽ തന്നെയാണ് താഴെയും. കൂടുതലായിട്ടുള്ളത് എക്സ്ട്രാ ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ TV, മ്യൂസിക് എൻ്റർടൈൻമെൻറ്റും ഇവിടെയാണുള്ളത്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. വളരെ വലിപ്പം കൂടിയൊരു ബെഡ്റൂം തന്നെയാണ്. ഒരു കിങ് സൈസ് ബെഡും ഓപ്പൺ വ്യൂ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. കൂടാതെ നീറ്റായിട്ടുള്ളൊരു ടോയ്ലറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് വന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പല സ്ഥലങ്ങളിലായിട്ട് ഇവർ സീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഒരുവിധ എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. നിങ്ങൾ ഫുഡ് കൊണ്ടുവരുന്നവരാണെങ്കിൽ അത് ചൂടാക്കാനുള്ള ഫെസിലിറ്റീസുമുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഇവിടുത്തെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടാൽ അവരെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി.
ഇനി ഇവിടുന്ന് 1 കിലോമീറ്റർ പോയാൽ എത്തുന്ന ഡെസ്റ്റിനേഷനാണ് നമ്മുടെ ചാർലി മൂവി ലൊക്കേഷൻ. പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഇതുപോലുള്ള വ്യൂ പോയിന്റുകൾ കാണാം. ആ ഒരു വ്യൂ പോയിന്റിനോട് ചേർന്ന് തന്നെ ലെഫ്റ്റിലേക്ക് ഇതുപോലൊരു വഴി കാണാം. അതിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഒരിക്കലും നമ്മുടെ വാഹനം അകത്തേക്ക് കൊണ്ടുപോകരുത്. അവരത് സമ്മതിക്കില്ല. ഇതുപോലെ വളരെ മനോഹരമായ തേയിലത്തോട്ടത്തിലൂടെ നടക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഈ വഴിക്ക് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു വഴി കാണാം. പക്ഷെ നമുക്ക് നേരെ തന്നെ പോയാൽ മതി. അപ്പോൾ ഇതാണ് ആ മൂവി ലൊക്കേഷൻ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒരുപക്ഷെ സിനിമയിൽ കാണുന്നതിനേക്കാൾ ഒരുപാട് മനോഹരമാണ് നേരിട്ട് കാണാൻ. നമ്മുടെ സ്റ്റേയിലെ ഗൈഡ് പറഞ്ഞത് അന്ന് ഈ സിനിമ പിടിക്കുന്ന സമയത്ത് ഇവിടെ വെള്ളം ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷീറ്റ് ഇട്ടാണ് അവർ വെള്ളം നിറച്ചത്. അതുപോലെ തന്നെ കോടമഞ്ഞിന് വേണ്ടി പുക ഉണ്ടാക്കുകയായിരുന്നു. നല്ല കിടിലൻ ലൊക്കേഷനാണ് കേട്ടോ. തേക്കടിയിലേക്ക് വരുന്നവർക്ക് കാണാൻ പറ്റിയൊരു സ്പോട്ട് കൂടിയാണിത്. ഇവിടേക്ക് വരാൻ കുട്ടിക്കാനത്ത് നിന്ന് ലാഡ്രം ടീ എസ്റ്റേറ്റ് ചോദിച്ചു വന്നാൽ മതി. ഇവിടെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു വ്യൂ പോയിന്റും കാണാം. ചെറിയ കോടമഞ്ഞ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരുന്നേനെ ഈ ലൊക്കേഷൻ. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയപ്പോൾ നമ്മുടെ സ്റ്റേയുടെ രാത്രിയിലെ ആംബിയൻസ് ഈ കാണുന്ന രീതിയിലായിരുന്നു. ജസ്റ്റ് നമുക്കൊന്ന് സ്ട്രീമിൻ്റെ അവിടെയുള്ള നൈറ്റ് ആംബിയൻസ് കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഡിന്നർ നമുക്ക് ഇവിടെ തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ ഒരു ഈവനിങ് റൈഡിന് പോയി തിരിച്ചു വരുന്ന വഴിക്ക് കഴിച്ചിട്ട് വരാവുന്നതാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള നല്ലൊരു ഓപ്ഷനാണ് ഇവിടുത്തെ ക്യാരം ബോർഡ്. പിറ്റേന്ന് രാവിലെ 6 മണിക്ക് പുറത്തിറങ്ങിയാൽ കിട്ടുന്നൊരു വിഷ്വലാണിത്. ഈ കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം ഇവിടുത്തെ കിളികളുടെ ശബ്ദവും ഒന്ന് കേട്ടു നോക്കി. രാവിലെ ഒരു 8:00 നമുക്ക് അവർ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഏകദേശം ഈ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പുട്ട്, കടലക്കറി, ഓംലെറ്റ് ആൻഡ് ബ്രെഡ് ബട്ടർ ജാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്റ്റേയുടെ വിശേഷങ്ങൾ. ഇവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ട ടൈം ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ്.
അപ്പോൾ തേക്കടിയിലേക്ക് വരുന്നവരാണെങ്കിൽ രാവിലത്തെ ബോട്ടിങ് കഴിഞ്ഞ് ഇവിടെ വന്ന് റിലാക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അതല്ല ബോട്ടിങ്ങിന് വൈകിപ്പോയാൽ മതിയെങ്കിൽ പിറ്റേന്ന് ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത ശേഷം പോയാലും മതി. ഇവിടെ ഈ തേയിലത്തോട്ടത്തിൽ ഇതിൽ കാണിച്ചിരിക്കുന്ന ജീവജാലങ്ങൾ ജസ്റ്റ് പാസ് ചെയ്തു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.